നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച 15-ാമത്തെ വയസ്സിൽ ഹൃദയസംബന്ധമായ രോഗങ്ങൾ കാരണം ഇനി ഒരിക്കലും കളിക്കാൻ കഴിയില്ല എന്ന് ഡോക്ടർമാർ മുഴുവൻ വിധി എഴുതിയ, എന്നാൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന ഫുട്ബോൾ പ്ലെയറായ ക്രിസ്ത്യാനോ റൊണാൾഡോയെക്കുറിച്ചാണ്. വെൽക്കം ബാക്ക് ടു നബീൽ ടോക്ക്. പോർച്ചുഗലിലെ ഫഞ്ചൽ എന്ന് പറയുന്ന മലയോര ഗ്രാമത്തിലെ ഒരു സ്കൂളിലെ കുക്കായിരുന്നു ആ അമ്മ. അവർക്ക് സ്കൂളിൽ വരുന്ന ഭക്ഷണം വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് വേണമായിരുന്നു അവരുടെ 3 മക്കൾക്ക് വിശപ്പകറ്റാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 4ാമത് അവർ ഒന്നും കൂടി പ്രഗ്നന്റ് ആവുന്നത്. വളരെയധികം ദരിദ്രത്തിൽ കഴിഞ്ഞിരുന്ന ആ കുടുംബത്തിൽ 4ാമത് ഒരു കുട്ടിയെ കൂടി പോറ്റാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് തോന്നിയ ആ അമ്മ പല തവണയായി ചൂടുള്ള ബിയർ കഴിച്ചുകൊണ്ട് ആ ഗർഭത്തെ ആ കുട്ടിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ വിധിയെ തോൽപ്പിച്ചുകൊണ്ട് 1985 ഫെബ്രുവരി 5-ന് അവൻ ജനിക്കുകയാണ്. റൊണാൾഡോ ഗ്രിനെ എന്ന് പറയുന്ന ആക്ടറുടെ കടുത്ത ആരാധകനായ തോട്ടം തൊഴിലാളിയായ അച്ഛന് അവന് പേരിടുകയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. തൻ്റെ ഒഴിവു സമയങ്ങളിലെല്ലാം ഫുട്ബോളിനെ കുറിച്ച് പറയാൻ മാത്രമായിരുന്നു ഫുട്ബോൾ പ്രേമിയായ ആ അച്ഛന് സമയമുണ്ടായത്. അദ്ദേഹം ആ മകനെ കൂടെ ഫുട്ബോൾ കളിക്കാൻ പഠിപ്പിക്കുകയാണ്. പതിയെ ഫുട്ബോൾ എന്നത് ക്രിസ്ത്യാനോയ്ക്കൊരു ആവേശമായി മാറിക്കൊണ്ടിരിക്കുന്നു. വളരെയധികം ദരിദ്രം നിറഞ്ഞ ഒരു അവസ്ഥയിലൂടെയായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയെ ബാല്യം കടന്നു പോയിട്ടുള്ളത്. സ്കൂൾ വീട് കഴിഞ്ഞാൽ അദ്ദേഹം അമ്മയെയും കാത്തിരിക്കുമായിരുന്നു. അമ്മ ബാക്കിയായിട്ടുള്ള എന്തെങ്കിലും ഭക്ഷണം കൊണ്ടുവന്നു കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അവർക്കന്ന് വിശപ്പകറ്റാൻ കഴിയുമായിരുന്നുള്ളൂ. ഈ സമയങ്ങളിലെല്ലാം അദ്ദേഹത്തിന് കൂട്ടായിരുന്നത് ഫുട്ബോൾ മാത്രമായിരുന്നു. ആ സമയത്ത് പോലും അദ്ദേഹം ക്ലാസിൻ്റെ ജനാലയിലൂടെ പുറത്തേക്ക് ഫുട്ബോൾ കളിക്കുമായിരുന്നു. ഇത് ക്ലാസ്സിലെ ഏറ്റവും മോശം വിദ്യാർത്ഥി എന്ന പേര് കൂടെ ക്രിസ്ത്യാനോയ്ക്ക് ചാർത്തിക്കൊടുക്കുകയാണ്. ഫുട്ബോൾ കൊണ്ട് എങ്ങനെ വയറു നിറക്കാൻ കഴിയുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ടീച്ചർ അദ്ദേഹത്തിൻ്റെ അമ്മയോട് ചോദിച്ചു കൊണ്ടിരുന്ന ഒരു ചോദ്യം. എന്നാൽ ഫുട്ബോൾ തൻ്റെ പാഷനാണെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം ഒരിക്കൽ ഫുട്ബോളിനെ ഒഴിവാക്കാൻ തയ്യാറായില്ല. അങ്ങനെ 8ാമത്തെ വയസ്സിൽ ഒരു ലോക്കൽ ക്ലബിൽ കളിച്ചു തുടങ്ങുന്നതോടുകൂടെയാണ് ക്രിസ്ത്യാനോയുടെ ഫുട്ബോൾ ലൈഫ് ആരംഭിക്കുന്നത്. മറ്റുള്ളവരെക്കാളെല്ലാം കഠിനമായ രീതിയിൽ തന്നെയായിരുന്നു ക്രിസ്ത്യാനോ ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരുന്നത്. അതുകൊണ്ടു തന്നെ 10ാമത്തെ വയസ്സിൽ നാഷ്യോണൽ എന്ന് പറയുന്ന ക്ലബിലേക്കും തുടർന്ന് 12ാമത്തെ വയസ്സിൽ ലിസ്ബൺ പോർച്ചുഗൽ പോർട്ടൺ എന്ന് പറയുന്ന ക്ലബിലേക്കും ക്രിസ്ത്യാനോ തിരഞ്ഞെടുക്കപ്പെടുകയാണ്. ക്ലബിന് വേണ്ടി മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനോ 15ാമത്തെ വയസ്സിൽ ഒരു ഹൃദ്രോഗം ബാധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയൊരിക്കലും കളിക്കാൻ കഴിയുകയില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതുകയാണ്. എന്നാൽ ലിസ്ബൺ പോർച്ചുഗൽ എന്ന് പറയുന്ന ക്ലബ്ബ് അവരുടെ സ്വന്തം ചിലവിൽ ലേസർ ഉപയോഗിച്ചിട്ടുള്ള ഒരു ശസ്ത്രക്രിയക്ക് ക്രിസ്ത്യാനോയെ വിധേയമാക്കുകയാണ്. അന്ന് ICUവിൽ കിടന്നപ്പോൾ ഒരിക്കലും ക്രിസ്ത്യാനോ വിചാരിച്ചിട്ടുണ്ടാവില്ല താനായിരിക്കും ലോകത്തിലെ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന ഫുട്ബോൾ പ്ലെയറായി മാറുക എന്നുള്ളത്. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു കൂടുതൽ കാലം റെസ്റ്റ് എടുക്കാനൊന്നും ക്രിസ്ത്യാനോ തയ്യാറായില്ല. അദ്ദേഹം വീണ്ടും ബൂട്ട് അണിഞ്ഞ് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. പിന്നീട് അങ്ങോട്ട് ക്രിസ്ത്യാനോ യുഗമായിരുന്നു. ഫുട്ബോളിൻ്റെ ഓസ്കാർ എന്ന് പറയുന്ന രീതിയിലുള്ള ബാലൻ-ഡി-ഓർ അവാർഡ് 5 തവണ നേടിയിട്ടുള്ള ക്രിസ്ത്യാനോയുടെ കളി ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആളുകളുണ്ടായിരിക്കും. പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കടുത്ത ഒരു ആരാധകനായി മാറിപ്പോകും. അത്തരത്തിലുള്ള ഒരു സമീപനമാണ് മറ്റുള്ളവരോടും സമൂഹത്തോടുമൊക്കെ അദ്ദേഹത്തിനുള്ളത്.
കിട്ടുന്ന കാശുകൊണ്ട് മറ്റുള്ളവരെ മുഴുവൻ സുഖിച്ച് ജീവിക്കുക എന്നതിലുപരി തനിക്ക് മറ്റുള്ളവരെ സമൂഹത്തിനോട് കൂടി എന്തെങ്കിലും ഉപകാരമുണ്ടാവുന്ന വളരെ ആത്മാർത്ഥതയായിട്ട് ചിന്തിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ക്രിസ്ത്യാനോ. ഒരുപാട് സംഘടനകളുടെ അംബാസഡറായിരുന്നു അദ്ദേഹം. കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സേവ് ദ ചിൽഡ്രൻ, വേൾഡ് വിഷൻ എന്നീ സംഘടനകളുടെയും അതേപോലെ തന്നെ ക്യൂറോസെഫിയുമൊക്കെ അംബാസഡറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വെറുതെ വർക്ക് ചെയ്യുക എന്നതിലുപരി അവർക്ക് വേണ്ടിയിട്ട് ഈ സംഘടനകൾക്ക് വേണ്ടിയിട്ട് വലിയ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. 2011 അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഗോൾഡൻ ബൂട്ട് ലേലത്തിൽ വെക്കുകയും അതിൽ നിന്നും കിട്ടിയിട്ടുള്ള 1.2 മില്യൺ പൗണ്ട്, 1 പൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറെക്കുറെ 90 രൂപയാണ്. അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പം ഇത്രയും വരുന്ന ഈ ഒരു സംഖ്യ അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നത്, അദ്ദേഹം ചിലവഴിച്ചിട്ടുണ്ടായത് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നില്ല. അദ്ദേഹം ഈ കാശ് മുഴുവൻ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഗാസയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയായിരുന്നു. കളിയോട് എത്രത്തോളം ആത്മാർത്ഥതയുണ്ടോ അതിലുപരിയായിട്ട് മറ്റുള്ള സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ അത്രയും സാമൂഹ്യ മൂല്യമുള്ള വ്യക്തിയാണ് അദ്ദേഹം. തനിക്ക് കിട്ടുന്ന ബോണസുകൾ പോലും പലപ്പോഴും അദ്ദേഹം നൽകുന്നത് തൻ്റെ കൂടെ കളിക്കുന്ന കളിക്കാർക്ക് വേണ്ടിയാണ്. നമ്മുടെ ചുറ്റുപാടുകൾ എത്രത്തോളം മോശമായിരുന്നാൽ പോലും നമ്മുടെ പേഷന് വേണ്ടിയിട്ട് നമ്മൾ കഠിനമായി അധ്വാനിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്ക് സക്സസ് ഉണ്ടാവും എന്നുള്ളതിന് വ്യക്തമായ ഒരു തെളിവാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഒരു വ്യക്തി ജനിച്ചു വളരുന്ന സാഹചര്യം മോശമാണെങ്കിൽ അതൊരിക്കലും അവൻ്റെ തെറ്റല്ല. എന്നാൽ മരിക്കുന്ന സമയത്ത് നിങ്ങളൊന്നുമായിട്ടില്ലെങ്കിൽ അത് അവൻ്റെ മാത്രം തെറ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പേഷൻ തിരിച്ചറിയുക, അതിന് വേണ്ടിയിട്ട് കഠിനമായി പ്രവർത്തിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിലും നല്ല ഒരുപാട് വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. ബൈ.